ഹായ്. അപ്പോ അതിരടി കണ്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ത്രൂ ഔട്ട് ഒരു എന്റർടൈൻമെന്റ് പരിപാടിയാണ് അവര് പിടിച്ചിരിക്കുന്നത്. ഇന്നലെ പ്രീമിയർ ഷോ ആണ് കണ്ടത്. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ റിവ്യൂ ഇട്ടേക്കാന്ന് ഞാൻ ഓർത്തു. കാരണം പടത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പടത്തിന്റെ ഡയറക്ടർ അരുൺ അനിരുദ്ധൻ. പുള്ളിക്ക് പണി അറിയാം കേട്ടോ. കാരണം നല്ല രീതിക്ക് ഒരു ലാഗും ഇല്ലാത്ത രീതിയിൽ പടം 2.25 മണിക്കൂർ പോയതറിഞ്ഞില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബേസിൽ ജോസഫായിട്ട് നല്ല രീതിക്ക് കണക്ട് ആയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് നമുക്ക് ഇമോഷൻസ്, ഡ്രാമ, പിന്നെ ആക്ഷൻ പരിപാടി നല്ല അടിപൊളിയായിട്ട് മേക്കിങ്ങിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ബേസിൽ ജോസഫും ഡോക്ടർ അനന്തുമാണ്. കാരണം ബേസിൽ ജോസഫിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ വെഞ്ചറാണ്. അതെന്തായാലും നിരാശപ്പെടുത്തിയിട്ടില്ല. പിന്നെ കോ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ നമ്മുടെ സമീർ താഹിറും ടോവിനോ തോമസും. ടോവിനോയെ പറ്റി പറയുമ്പോൾ കാരണം പുള്ളി ഇതുവരെ പുള്ളിയുടെ ആക്ടിങ് കരിയറിൽ ചെയ്തു വെച്ച് വൺ ഓഫ് ദ റെയറസ്റ്റ് റോളാണിത്. കാരണം പുള്ളി നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെ പുള്ളിയുടെ പടങ്ങളിൽ കണ്ടുവരുമ്പോൾ പുള്ളിയുടേതായിട്ടുള്ള കുറെ മാനറിസം നമ്മൾക്ക് പുള്ളിയുടെ ക്യാരക്ടറിൽ കാണാൻ പറ്റുമായിരുന്നു പല പടങ്ങളിലും. പക്ഷെ ഈ പടത്തിൽ പുള്ളിയുടെ ക്യാരക്ടർ എന്താണ് അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ ഒരു പരിപാടിയും പുള്ളി ചെയ്തു വെച്ചിട്ടില്ല. കൊടുത്ത റോള് നല്ല മേനക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ, അത് വേറൊരു ലീഗായിരുന്നു പുള്ളി വന്നപ്പോ തൊട്ട്. പിന്നെ ഈ പടത്തിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയോ റോളുണ്ട്. അത് ക്ലൈമാക്സിലേ വരുള്ളൂ. പക്ഷെ ആ റോള് പ്രസന്റ് ചെയ്തപ്പോ എന്നാ കയ്യടിയും കാറിലും ആയാലും തിയേറ്റർ ആകെ മൊത്തമായിട്ട് ഇറപ്റ്റായി. കാരണം പുള്ളിയുടെ റീസെന്റ് വന്ന പടത്തിന്റെ ഒരു ഹൈപ്പ് തന്നെയാണ് ഈ പടത്തിലും പുള്ളിക്ക് ആ ഒരു കയ്യടി മേടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ പടം എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്ററിൽ കാണാനുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ പടമാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന 175 രൂപയ്ക്കോ അല്ലെങ്കിൽ 250 രൂപയ്ക്കോ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാനുള്ള ഒരു പടമുണ്ട്. നിങ്ങൾ എന്തായാലും നിരാശപ്പെടുത്തിട്ടില്ല. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പിന്നെ വേറൊരു കാര്യം, പടത്തിന്റെ റിവ്യൂ കണ്ടിട്ട് ആരും പടത്തിന് പോകാനിരിക്കരുത്. നിങ്ങൾ പടം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ റിവ്യൂ കൊണ്ട കുഴപ്പമില്ല. കാരണം റിവ്യൂ നിങ്ങളെ നല്ല രീതിക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. കാരണം പലരും പടം പോലും കാണാതെ തന്നെ പടത്തിന് റിവ്യൂ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാൻ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം വെച്ച് നിങ്ങൾ റിവ്യൂ കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാണ് അത് റിവ്യൂ ആണ് കറക്റ്റ് എന്ന്. കാരണം ഈ പടം എന്ന് പറയുമ്പോൾ കുറെ പേരുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പടം തിയേറ്ററിൽ വരുന്നത്. അപ്പൊ അതിനെ റെസ്പെക്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കും. അപ്പൊ എന്തായാലും പടം കണ്ടവര് കമന്റ് ഇടുക, കാണാത്തവര് പടം കണ്ടിട്ട് കമന്റ് ഇടുക. പിന്നെ ഇന്ന് കറുപ്പിന്റെ റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റീഫണ്ടിന്റെ മെസ്സേജ് വന്നു. കാരണം ഷോസ് എല്ലാം ക്യാൻസൽ ആയപ്പോൾ മിക്കവാറും ഇനി വൈകുന്നേരത്തോടു കൂടിയേ റിലീസ് ആകാൻ ചാൻസ് ഉള്ളൂ. ഇന്നലെ റിലീസ് ആകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതുകൂടെ കണ്ടിട്ട് അതിന്റെ റിവ്യൂ കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും തിയേറ്റർ വാച്ച് മിസ് ചെയ്യേണ്ട, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇനി ഈ പടത്തിൽ വന്നവനും പോയവനും നിന്നവനും ഒക്കെ നല്ല രീതിക്ക്, എസ്പെഷ്യലി ടോവിനോടെ കൂട്ടാനായിട്ടുള്ള മറ്റേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വീഡിയോ ഒക്കെ ചെയ്യണം നമ്മുടെ ഷെൽവിൻ ജെയിംസ്. പുള്ളിക്ക് നല്ല അടിപൊളി ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ പടത്തില് വെറുതെ ആരും സ്ക്രീനിൽ വന്നിട്ടില്ല. എല്ലാവർക്കും അവരവരുടേതായ റോള് കൊടുത്തിട്ടുണ്ട്, സ്പേസും കൊടുത്തിട്ടുണ്ട്. അതില് ഈ പടത്തിലെ എല്ലാ ടെക്നീഷ്യൻസും നല്ലൊരു കൈയടി അറിയിക്കുന്നു. അപ്പോൾ ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇനി ഇതും എടുത്തേണ്ട ആരും എന്റെ നേരെ വരാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ ആദ്യം തിയേറ്ററിൽ പോയി പടം കാണണം, എന്നിട്ട് നിങ്ങൾ പടത്തെ കുറിച്ചുള്ളൊരു അഭിപ്രായം ഇടുക. ഓക്കെ, കാണാം.